നമസ്കാരം. നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് വയറിലെത്തി ദഹിച്ച് അതിന്റെ ചെറുകുടൽ വൻകുടലിലൊക്കെ കൂടെ പോയി അതിന്റെ അബ്സോർപ്ഷൻ ഒക്കെ നടന്നിട്ട് അതിന്റെ ബാക്കിയുള്ള വേസ്റ്റ് ഭാഗം നമ്മൾ ശരിയായ രീതിയിൽ പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ സംഭവിക്കാതെ അതവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അത് 2-3 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ അത് ക്രോണിക് ആയിട്ട് നിലനിൽക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കോൺസ്റ്റിപ്പേഷൻ വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം നല്ല രീതിയിലൊരു മെറ്റബോളിസം ശരിയായി നടക്കില്ല, അതുപോലെ അബ്സോർപ്ഷൻ നടക്കില്ല. നമുക്ക് വളരെ ഗ്യാസ് ഫോം ചെയ്യും, ഭയങ്കര ബ്ലോട്ടിംഗ് ഉണ്ടാവും, വയറൊക്കെ വീർത്ത് കെട്ടി നിൽക്കുന്ന പോലെ തോന്നും. നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഒരു ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒരു പ്രത്യേക അളവുണ്ട്. ആ അളവിൽ മൊത്തം ഈ ഒരു വേസ്റ്റ് അടിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പിനെയും നമ്മുടെ മെറ്റബോളിസിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. അതേപോലെ നമുക്ക് നമ്മുടെ പൈൽസ്, ഫിഷർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം വളരെ കട്ടിയായി പോകുമ്പോൾ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ദീർഘകാലം നിൽക്കുമ്പോൾ ആ ഒരു മലം വളരെ കട്ടിയായി പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ ഏലൽ സ്ഫിങ്ക്റ്റേഴ്സിനൊക്കെ ഇഞ്ചുറി സംഭവിക്കും. അങ്ങനെയാണ് നമുക്ക് ഫിഷർ പോലെ ഒക്കെ ഉണ്ടാവുക, നമ്മൾ ആ ഒരു പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച്. അതേപോലെ നമുക്ക് പൈൽസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതേപോലെ നമുക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് വരിക, അതുപോലെ തന്നെ ഭയങ്കര നീറ്റൽ വരിക, ഭയങ്കര വേദന വരിക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ മടിയാവും. പല ആളുകൾക്കും ആ ഒരു തോന്നൽ വരും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണല്ലോ ഇത് സംഭവിക്കുന്നത്. അപ്പം എരിവും പുളിവൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ വളരെ കൂടുതലായിട്ട് കാണാം. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അത് നമ്മുടെ ഓവറോൾ ശരീരത്തെ ബാധിക്കും, നമ്മുടെ എനർജീനെ, നമ്മുടെ ഉത്സാഹത്തെ ഒക്കെ ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ പല ആളുകൾക്കും 2-3 ദിവസം ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ തലവേദന ഉള്ളതും കണ്ടിട്ടുണ്ട്. നമ്മുടെ മെന്റൽ സ്റ്റാറ്റസിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ. അപ്പം ഇത് ദീർഘകാലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യുകയോ ഒരു ഡോക്ടറെ കാണുകയോ ചെയ്യേണ്ടത് അനിവാര്യമാണ്.